ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ തകർന്ന സംഭവത്തിൽ കടുത്ത നടപടിയുമായി ദേശീയപാത അതോറിറ്റി. NHAI പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തു. NHAIയുടെ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ സ്ഥലത്ത് പാലം നിർമ്മിക്കണമെന്നും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, അങ്ങേയറ്റം കടുത്ത നടപടിയിലേക്ക് ദേശീയപാത അതോറിറ്റി പോവുകയാണ്. കരാറുകാരൻ സ്വന്തം ചെലവിൽ അവിടെ പാലം നിർമ്മിക്കണം. ഇതിന് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി, പിരിച്ചുവിടൽ, സസ്പെൻഷൻ അടക്കം. എന്തൊക്കെയാണ് ഉപരിതല ഗതാഗത വകുപ്പിന്റെ മറ്റ് നിർദ്ദേശങ്ങൾ? ഇതിന്റെ തുടർ നടപടികൾ കൂടുതൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ, അല്ലേ? വിജയകുമാർ, മലപ്പുറത്ത് ദേശീയപാത 66 തകർന്ന സംഭവത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം NHAIയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിന്റെ കരാർ ഉണ്ടായിരുന്ന കമ്പനിക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികളും. NHAIയുടെ പ്രൊജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ സൈറ്റ് എഞ്ചിനീയറെ പുറത്താക്കിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ റോഡ് നിർമ്മാണം നടത്തിയ കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ ഈ തകർന്ന ഇടത്ത് പാലം നിർമ്മിക്കാൻ ഉള്ള നിർദ്ദേശവും ദേശീയപാത അതോറിറ്റി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായി ഈ പ്രദേശത്തെ ദേശീയപാത 66-ലെ 17 പ്രൊജക്ടുകൾ, 17 പാക്കേജുകളുടെയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിലെ ചെരിവ്, സംരക്ഷണ നടപടികളുടെ പര്യാപ്തത, എംബാങ്ക്മെന്റ് എന്നിവ പരിശോധിക്കുന്നതിനായി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. 3 അംഗ സമിതിയാണ് ഈ കാര്യങ്ങൾ പരിശോധിക്കുക. അതിൽ പ്രധാനമായും ഈ സമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ഈ മേഖലയിലെ 3 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ ഉൾപ്പെടുന്നതാണ് ഈ സമിതി. പ്രധാനമായും CRRIയിലെ ചീഫ് സയന്റിസ്റ്റായി വിരമിച്ച ഡോക്ടർ കിഷോർ കുമാർ, ഒപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ V അമ്പിളി, കൂടാതെ പാലക്കാട് IITയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ മേധാവി ആയ ഡോക്ടർ സുധീഷ് TK എന്നിവർ ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ഈ 17 പാക്കേജുകളും സംബന്ധിച്ചും ഈ സമിതി വിശദമായി തന്നെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പായി നേരത്തെ ഈ ദേശീയപാത തകർന്ന ഉടൻ തന്നെ ഡോക്ടർ GV റാവുവിന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ സമിതി രൂപീകരിച്ചിരുന്നു, വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിരുന്നു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി. ഈ സമിതിയുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും 3 അംഗ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുക. ദേശീയപാത നിർമ്മാണത്തിലെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഉന്നതതല സമിതി നേരത്തെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട്. പ്രധാനമായും മണ്ണിന്റെ ഗുണനിലവാരം അടക്കമുള്ളവ പരിശോധിച്ചില്ല എന്നും ഇത് പരിശോധിക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തികളാണ് ഈ ദേശീയപാത തകരാൻ ഇടയായത് എന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ദേശീയപാത തകർന്ന ഇടത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം റോഡ് പുനർനിർമ്മിക്കണമെന്നും കൂടാതെ 400 മീറ്ററോളം നീളത്തിൽ പാലം നിർമ്മിക്കണം എന്നുമുള്ള ശുപാർശയും സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ 400 മീറ്റർ പാലമാണ് കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ നിർമ്മിക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. തുടർന്നും ഈ ദേശീയപാത പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായി തന്നെ മേൽനോട്ടവും വിലയിരുത്തലുകളും ഉണ്ടാകുമെന്നും ഉള്ള വ്യക്തമായ സൂചന തന്നെയാണ് ഈ വിദഗ്ധ സമിതിയുടെ രൂപീകരണം അടക്കമുള്ള നടപടികളിലൂടെ വ്യക്തമാകുന്നത്. വിജയകുമാർ. യെസ്, ഈ നടപടിക്ക് പുറമെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇത് പരിശോധിച്ച് വേണ്ട ശുപാർശകൾ നൽകും. NHAIയുടെ സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു. കോൺട്രാക്ടർ സ്വന്തം ചെലവിൽ സ്ഥലത്ത് പാലം നിർമ്മിക്കണം. ഇത്തരം നിർദ്ദേശങ്ങളാണ്, ഇത്തരം ഉത്തരവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. പ്രോജക്ട് ഡയറക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് എഞ്ചിനീയറെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന സൂചനയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. അറബിക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദവും പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും കാലവർഷത്തെ സ്വാധീനിക്കും. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 2 പേർ മരിച്ചു.
ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി രൂപാന്തരപ്പെട്ടതും അറബിക്കടലിൽ കാലവർഷക്കാറ്റിന്റെ ശക്തി വർദ്ധിച്ചതും വരും ദിവസങ്ങളിലും മഴയുടെ ശക്തി കൂട്ടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 8 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് ഉള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ ജൂൺ 1 വരെയും ലക്ഷദ്വീപ് തീരത്ത് ജൂൺ 2 വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കടലോര മേഖലയിലെ 5 ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് മധുവാഹിനി പുഴയിൽ വീട്ടമ്മ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മല്ലം സ്വദേശി ഗോപികയാണ് മരിച്ചത്. എറണാകുളം വടക്കൻ പറവൂരിൽ ഗൃഹനാഥൻ ഷോക്കേറ്റു മരിച്ചു. കനത്ത മഴയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടത് പരിശോധിക്കുന്നതിനിടയിലാണ് അറപ്പാട്ട് വീട്ടിൽ വേണുഗോപാൽ ഷോക്കേറ്റു മരിച്ചത്. 24 തിരുവനന്തപുരം. എറണാകുളം കുമ്പളം നോർത്തിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. പഴവൂർ കിടാമംഗലം സ്വദേശി രാധാകൃഷ്ണനെയാണ് കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന സുരേഷ് എന്നയാൾ നീന്തി കരയ്ക്കെത്തിയിട്ടുണ്ട്. കാണാതായ ആൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ തെരച്ചിൽ നടത്താൻ പറ്റുന്ന സാഹചര്യമല്ലാത്തതുകൊണ്ട് നാളെയും അത് തുടരും. കാക്കനാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ശ്യാമകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, എറണാകുളത്ത് ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ്. ഉച്ചയ്ക്ക് ശേഷം അത് കുറെ കൂടി ശക്തമാവുകയും ചെയ്തു. ഇപ്പോൾ മഴയ്ക്ക് കുറവുണ്ടെങ്കിലും മഴ ദുരിതം അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ പല ജില്ലകളിലും കനത്ത മഴ ദുരിതമാണല്ലേ? വിജയകുമാർ, ഇന്ന് മഴയേക്കാൾ ശക്തമായ കാറ്റാണ് എറണാകുളം ജില്ലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. കാരണം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും കാറ്റിനെ തുടർന്ന് മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വീടുകൾക്ക് മുകളിൽ ഒക്കെ മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും വാഹനങ്ങൾക്ക് മുകളിൽ വീഴുകയും ഒക്കെയാണ് ഈ അപകടങ്ങൾ ഇന്ന് എല്ലാ തരത്തിലും ഉണ്ടായത്. അതിനിടയിലാണ് ഇന്ന് വൈകുന്നേരം കാക്കനാട് സെന്റ് ആന്റണീസ് ചർച്ചിന് സമീപത്ത് നിധിന്റെ വീട്ടിലെ കിണറിടിഞ്ഞു താഴുന്നത്. അതിനു മുൻപ് കുമ്പളത്ത് വള്ളത്തിൽ പോയ 2 പേരിൽ ഒരാളെ കാണാതാകുന്ന സ്ഥിതി ഉണ്ടായി. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാത്രി കുറച്ചധികം നേരം തുടർന്നു. പക്ഷേ ശക്തമായ ഒഴുക്കും വലിയ കാറ്റും ഈ തിരച്ചിലിനും ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനെ തുടർന്ന് ഈ തിരച്ചിലും നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ വന്ന ഇന്നലത്തെ ഒരു CCTV ദൃശ്യവും കാറ്റിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചിരുന്നു. പിറവത്തായിരുന്നു ആ സംഭവം. മെഡിക്കൽ സ്റ്റോറിലെ സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ ഉൾപ്പെടെയാണ് ആ കാറ്റിൽ പറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വലിയ തോതിലുള്ള കാറ്റ് ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. അല്പസമയം മുമ്പ് കിട്ടിയ ഒരു വാർത്ത, തുതിയൂർ ഭാഗത്ത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നഗരസഭയിലെ ആദ്യ ദുരിതാശ്വാസ ക്യാമ്പ് മിക്കവാറും ഇന്ന് രാത്രിയിൽ തുറക്കുമെന്നുള്ളതാണ്. പല വീടുകളിലും ഈ തോടുകൾ കവിഞ്ഞ് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനിയും സ്ഥിതി മോശമായാൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വലിയ നാശനഷ്ടം മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ ഉണ്ടായിട്ടുണ്ട് എറണാകുളം ജില്ലയിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും. അപ്പോൾ കാറ്റിന്റെ ശക്തി 2 ദിവസം കൂടി തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ അറിയിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ കാറ്റ് ഒരുപക്ഷെ നാളെയോടെ അതിൻ്റെ തീവ്രത കുറയും. എറണാകുളം തൊട്ട് വടക്കോട്ടുള്ള ജില്ലകളിൽ 2 ദിവസം കൂടി കാറ്റ് ഈ നിലയിൽ തുടരും. ഞായറാഴ്ചയോടെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാകും എന്നൊക്കെ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്തെങ്കിലും അപ്രതീക്ഷിത കാലാവസ്ഥാ പ്രതിഭാസം ഉണ്ടാകുമോ എന്ന് നമുക്ക് നിരീക്ഷിക്കുകയും വേണം. ഈ രാത്രിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കിയിലേക്ക് വന്നാൽ അവിടെ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കുമളിയിൽ തമിഴ്നാട് അതിർത്തിയിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം വീണ് ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മരിച്ചു. ചപ്പാത്ത് ഹെവൻ വാലിയിൽ കൂറ്റൻ പാറക്കല്ല് പതിച്ച് വീട് തകർന്നു. ചേലച്ചുവട് കത്തിപ്പാറയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി. പാലായിൽ നിന്ന് തമിഴ്നാട് പെരിയകുളത്തേക്ക് തടി കയറ്റി വന്ന ലോറി കുമളി ചെക്ക് പോസ്റ്റ് അതിർത്തിയിൽ നിർത്തിയിട്ടപ്പോഴാണ് വൻമരം കടപുഴകി വീണത്. വാഹനത്തിൽ 3 പേരുണ്ടായിരുന്നു. 2 പേരെ ആദ്യം രക്ഷിച്ചു. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ശ്രീജിത്തിനെ മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ പുറത്തെടുത്തെങ്കിലും മരിച്ചു. ചേരച്ചൂട് കത്തിപ്പാറയിലാണ് ഓടിക്കൊണ്ടിരുന്ന കാറിനും ബൈക്കിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണത്. ബൈക്ക് യാത്രികന് പരിക്കേറ്റു.
ചപ്പാത്ത് ഹെവൻ വാലിയിലെ പുഷ്പയുടെ വീടിന് മുകളിലേക്കാണ് കൂറ്റൻ പാറക്കല്ല് പതിച്ചത്. വീട്ടിലുണ്ടായിരുന്ന പുഷ്പയും മകനും ഭാര്യയും 2 മക്കളും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെറിയൊരു കല്ല് വന്ന് ചെറുതായിട്ടൊന്ന് വീണ നോക്കി. ഞങ്ങളത് ഒരു സീരിയസ് ആയിട്ട് എടുത്തില്ല. ഒരു 7:40 ആകുമ്പോൾ എല്ലാം കൂടെ കല്ലും മണ്ണും കൂടെ എല്ലാം കൂടെ ഞങ്ങൾ കിടക്കുന്ന മുറിക്ക് അടുത്ത് തന്നെ വന്ന് എല്ലാം കൂടെ പതിച്ചു. പെട്ടെന്ന് പിള്ളേരെയും വലിച്ച് കാറി കൂടി 2 പിള്ളേരും 5 വയസ്സ് 7 വയസ്സ് കൊച്ചിനും വലിച്ചുകൊണ്ട് വൈഫിനും വലിച്ചുകൊണ്ട് വന്ന് സിറ്റോട്ട് ചാടി. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകൾ ഉയർത്തി. ജില്ലയിൽ വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണും മണ്ണിടിഞ്ഞും വ്യാപക നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. 24 ഇടുക്കി. പത്തനംതിട്ടയിലും കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വീടുകൾ തകർന്നു. റാന്നിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ 100-ലധികം മരങ്ങളാണ് കടപുഴകി വീണത്. കോന്നി, തിരുവല്ല താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. മൺസൂണിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കാറ്റും മഴയുമാണ് ജില്ലയിൽ. ഇലന്തൂർ ചെന്നിയൂർക്കര നാരായണിയുടെ വീടിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ പറന്നുപോയത്. 1 മാസം പ്രായമുള്ള കുട്ടി വീട്ടിൽ ഉറങ്ങുന്നതിനിടെയായിരുന്നു അപകടം. കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിരണം പഞ്ചായത്തിൽ എരത്തോടിൽ വീടിന് മുകളിലേക്ക് ആൽമരം വീണു. കിടപ്പ് രോഗിയായ മധുവിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. അപകടത്തിൽ വീട് പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. കോന്നി തണ്ണിത്തോട്ടിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. കോന്നി ഇളകൊള്ളൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. പത്തനംതിട്ട കലക്ട്രേറ്റ് കോമ്പൗണ്ടിലെ പൊതുമരാമത്ത് കെട്ടിടം മരം വീണ് തകർന്നു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇളകൊള്ളൂർ സൊസൈറ്റി പടിയിൽ മരം കടപുഴകി വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പന്തളം തോന്നല്ലൂരിലും മരം വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. റാന്നി ബൈപ്പാസിലുണ്ടായ മിന്നൽ ചുഴലിയിൽ 100-ലധികം മരങ്ങൾ റോഡിലേക്ക് ചരിഞ്ഞു. മണിക്കൂറുകളെടുത്താണ് അഗ്നിരക്ഷാസേന മരങ്ങൾ മുറിച്ചു മാറ്റിയത്. അപകടത്തിൽ 5 വൈദ്യുത പോസ്റ്റുകളും തകർന്നു. ജലനിരപ്പ് കൂടിയതിനാൽ മൂഴിയാർ ഡാമിന്റെ 1 ഷട്ടർ തുറന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മഴക്കെടുതിയിൽ 18 വീടുകൾ ഭാഗികമായി തകർന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. കോന്നി, തിരുവല്ല താലൂക്കുകളിലായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നാളെയും ജില്ലയിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 പത്തനംതിട്ട. റെയിൽപാതകളിൽ മരം വീണ് തിരുവനന്തപുരത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എവിടെയാണ് റെയിൽപാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരത്താണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. റെയിൽപാതയിൽ മരം വീണ് പലയിടത്തും റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. വഞ്ചിനാട് എക്സ്പ്രസ് മണിക്കൂറുകളായി പിടിച്ചിട്ടിരിക്കുകയാണ്. കഴക്കൂട്ടം ഭാഗത്താണ് വഞ്ചിനാട് എക്സ്പ്രസ് പിടിച്ചിട്ടിരിക്കുന്നത്. കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ അല്പസമയത്തിനകം കടത്തിവിടാൻ കഴിയുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. വൈദ്യുത ലൈൻ ചാർജ് ചെയ്ത ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത്. അത്തരം ജോലികൾ അവിടെ തുടരുകയാണ്. 1-ലധികം സ്ഥലങ്ങളിൽ റെയിൽ പാതകളിലേക്ക് മരവും കല്ലുമൊക്കെ വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ജില്ലയിൽ കണ്ണമാലി, നായരമ്പലം, ഞാറക്കൽ ഭാഗങ്ങളിൽ അതിരൂക്ഷമായ കടലാക്രമണത്തിൽ വീടുകളിൽ വെള്ളം കയറി. പിറവത്ത് ശക്തമായ കാറ്റിൽ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൾ പറന്നുപോയി. ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. മഴ കനത്തതോടെ എറണാകുളം ജില്ലയിൽ കടലാക്രമണം അതിരൂക്ഷമായി. കണ്ണമാലി, നായരമ്പലം, ഞാറക്കൽ ഭാഗങ്ങളിൽ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശവാസികൾ തന്നെ ചാക്കുകളിൽ മണൽ നിറച്ച സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. എറണാകുളം പിറവത്ത് വീടിന്റെയും കടകളുടെയും മേൽക്കൂരകളും പരസ്യ ബോർഡുകളും റോഡിലേക്ക് പതിച്ചു. മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകളും മറ്റും പറന്നുപോയി. കടവന്ത്ര മാവേലി റോഡിൽ 3 വാഹനങ്ങളിലേക്ക് മരം വീണു. കാക്കനാട് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണു. കാക്കനാട് പള്ളിക്കര മനക്കക്കടവ് റോഡിൽ മരം റോഡിലേക്ക് കടപുഴകി വീണ ഗതാഗത തടസ്സമുണ്ടായി. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും എറണാകുളം ജില്ലയിൽ 179 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നു. ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ല.
തിരുവാർ, ഐമനം, മണിപ്പുഴ, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുകയാണ്. കോട്ടയം കുമരകം റോഡിൽ പലയിടത്തും നിരവധി വീടുകളിൽ വെള്ളം കയറി. ശക്തമായ കാറ്റിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഭീമനാൽമരം നിലം പൊത്തി. രാവിലെ തിരക്ക് കുറവായതിനാലും തറയ്ക്ക് സമീപം ഭക്തരില്ലാതിരുന്നതിനാലും വൻ അപകടമൊഴിവായി. 24 കൊച്ചി. റെയിൽപാതയിൽ മരം വീണ് തിരുവനന്തപുരത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഏതൊക്കെ ട്രെയിനുകളാണ് ഇപ്പോൾ യാത്ര മുടങ്ങിയിരിക്കുന്നത്? എപ്പോഴേക്ക് അത് സാധാരണഗതിയിലാകും? റെയിൽവേ എന്താണ് അറിയിക്കുന്നത്? സലീം. വിജയകുമാർ, ട്രെയിൻ ഗതാഗതം താറുമാറായി എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. കാരണം 11 ട്രെയിനുകളാണ് നിലവിൽ തന്നെ വിവിധ സ്റ്റേഷനുകളിലായി പിടിച്ചിട്ടിരിക്കുന്നത്. കൊല്ലം പാസഞ്ചർ ഉണ്ട്, മലബാർ എക്സ്പ്രസ് ഉണ്ട്, മാവേലി എക്സ്പ്രസ് ഉണ്ട്, ഗുരുവായൂർ ഇന്റർസിറ്റി ഉണ്ട്, ഷാലിമാർ എക്സ്പ്രസ് ഉണ്ട്, പുനലൂർ പാസഞ്ചർ ഉണ്ട്, പരശുറാം എക്സ്പ്രസ്, പാലരുവി എക്സ്പ്രസ്, ഹിമസാഗർ എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ്, ഇങ്ങനെ 11 ട്രെയിനുകളാണ് ഇപ്പോൾ ചലിക്കാതെ കിടക്കുന്നത് എന്നുള്ളതാണ്. മണിക്കൂറുകളായി പല ട്രെയിനുകളും വഴിയിൽ കിടക്കുകയാണ്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസും മണിക്കൂറുകളായി കഴക്കൂട്ടം ഭാഗത്ത് കിടക്കുകയാണ്. അത് തിരുവനന്തപുരത്ത് തന്നെ കിടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ടില്ല. വഞ്ചിനാട് എക്സ്പ്രസ് മണിക്കൂറുകളായി കഴക്കൂട്ടം ഭാഗത്ത് തന്നെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിൽ മൺട്രോത്തുരുത്തിൽ കൊല്ലം എറണാകുളം മെമുവിന് മുന്നിൽ മരം വീണതുകൊണ്ട് ആ ട്രെയിനിൻ്റെയും ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. കഴക്കൂട്ടം കൊച്ചുവേളി ഭാഗത്ത് ലൈനിൽ തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഈ ട്രാക്കിൽ മരം വീഴുന്നതിനൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈൻ കൂടി പൊട്ടി വീണതാണ് ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം. വൈദ്യുതി ലൈനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിൻ കടത്തിവിടും. അല്പസമയത്തിനകം തന്നെ കൊല്ലം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ കടത്തിവിടാൻ കഴിയുമെന്നുള്ളതാണ് റെയിൽവേ അധികൃതർ നൽകുന്ന വിവരം. അതേസമയം തിരിച്ച് കൊച്ചുവേളി ഭാഗത്തേക്ക് വരുന്ന ട്രെയിനുകൾ കടത്തിവിടാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ട്രെയിൻ ഗതാഗതം വല്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും വളരെ തിടുക്കപ്പെട്ട് തന്നെ മരം വെട്ടി ഒഴിവാക്കുകയും ലൈൻ ചാർജ് ചെയ്ത് സാധാരണ നിലയിൽ ആക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതരുള്ളത്. വിജയകുമാർ. യെസ്, തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് സാധാരണ നിലയിലാക്കാനുള്ള ജോലികൾ പുരോഗമിക്കുന്നു. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെയായി നിരവധി ട്രെയിനുകൾ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുകയാണ്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കോട്ടയം, തൃശൂർ, കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വയനാട് ജില്ലയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. തൃശൂർ ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. കോട്ടയം ജില്ലയിൽ അവധിക്കാല കലാ കായിക പരിശീലന കേന്ദ്രങ്ങൾക്കും അവധി ബാധകമാണ്. മുൻപ് നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. മഹാത്മാഗാന്ധി സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിലമ്പൂരിൽ അംഗം മുറുകുന്നു. നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ്. PV അൻവർ സ്ഥാനാർത്ഥിയാകും. ഇന്ന് ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലാണ് ധാരണയായത്. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. വിപിൻ, ഇതൊരു അന്തിമ തീരുമാനമാണോ എന്നതിൽ ഒരു ഉറപ്പുണ്ടോ? കാരണം UDF പ്രവേശനം സംബന്ധിച്ച് ഒരു പൊതു തീരുമാനം നാളെ എടുത്ത് അത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ PV അൻവർ മത്സരരംഗത്തുണ്ടാകില്ലല്ലോ. ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുമുണ്ടല്ലോ. എന്താണ് ഇന്ന് നടന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന യോഗങ്ങളിലെ നേതൃയോഗത്തിലെ ഒരു തീരുമാനം, ഒരു ചർച്ചയുടെ പൊതു സ്വഭാവം എന്തായിരുന്നു? വിജയകുമാർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ കാര്യം. ഇന്നിപ്പോൾ മഞ്ചേരിയിൽ നടന്നിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റിലാണ് ഇതിന് അനുസരിച്ചുള്ള ഒരു ധാരണ ആയിരിക്കുന്നത്. ഇതിൽ നിന്ന് മാറ്റം വരാനുള്ള ഒരു സാഹചര്യം, അതിന് ഒരു അത്ഭുതം സംഭവിക്കണം എന്ന് തന്നെ പറയാം. കാരണം ഈ UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യണം PV അൻവർ എന്നുള്ളതാണ് UDF ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ഏക ഉപാധി. അങ്ങനെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അടുത്ത നിമിഷം തന്നെ അസോസിയേറ്റായി, അതായത് UDFന്റെ അസോസിയേറ്റ് അംഗമായി PV അൻവർ
അൻവറിനെ ഉൾപ്പെടുത്തും എന്നുള്ളതായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു ധാരണ. എന്നാൽ അങ്ങനെ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ അനുകൂലിച്ച് സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, പി വി അൻവർ ഇന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആര്യടൻ ഷൗക്കത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായത് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ ജയിക്കില്ല, അത് പറയാൻ തനിക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. താൻ വി എസ് ജോയിയെ അനുകൂലിച്ചു എന്നുള്ളതാണ് വലിയ പാതകമായി കാണുന്നത്. 5 മാസമായി UDF മുന്നണി പ്രവേശനത്തിന് കത്ത് കൊടുത്തിട്ട് UDFിൻ്റെ ഭാഗമായി നിന്നപ്പോഴല്ല താൻ ആര്യടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞത്. അതുകൊണ്ട് അത് മാറ്റുന്നതിനെ സംബന്ധിച്ചൊന്നും ഇന്ന് തന്നെ പറഞ്ഞിട്ടില്ല. മറ്റൊന്നുള്ളത്, അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നാൽ മാത്രമായിരിക്കും UDF ഈ ഒരു ഘടകകക്ഷിയാക്കുന്നതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് പോലും പോവുക. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിൽ അത് മത്സരിക്കുന്ന ഒരു മൂഡിലേക്ക് മാറിയിരിക്കുന്നു. അവർ മത്സരിക്കുന്നതിന് വേണ്ടി ഒരു സന്നദ്ധത അത് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. അവിടെ നിന്ന് വരേണ്ട നേതാക്കളുടെ ഒരു ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ പോസ്റ്ററുകളൊക്കെ ഇവിടെ വന്നു തുടങ്ങുന്നു. നാളത്തെ ഒരു യോഗമുണ്ട്. നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ഒരു പക്ഷേ നാളെ 10 മണിയോടുകൂടി തന്നെ അതിലൊരു പ്രഖ്യാപനം, ഒരു ഉറപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് ഇനിയും ചർച്ച നടക്കും. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാലും 5-ാം തീയതി വരെ പിൻവലിക്കാൻ കഴിയുമല്ലോ എന്നുള്ള തരത്തിലാണ് രമേശ് ചെന്നിത്തല സംസാരിച്ചത്. പക്ഷേ പൊതുവായി വലിയ രീതിയിലുള്ള ഒരു സമവായ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. വിജയകുമാർ. യെസ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ എങ്ങനെ തോക്കും എന്നതിൻ്റെ ചില കാരണങ്ങൾ, ചില ഘടകങ്ങൾ, ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് തനിക്കറിയാം, നാളെ അതൊക്കെ പറയാം എന്നൊക്കെ പി വി അൻവർ എന്ന മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പറയുകയും ചെയ്തു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ UDF പ്രവേശനം സാധ്യമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. UDF പ്രവേശനത്തിൽ കുറഞ്ഞൊരു തീരുമാനവും സ്വീകാര്യമല്ല എന്നാണ് പി വി അൻവർ ഇന്ന് വൈകിട്ട് പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്തിനെ MLA ആക്കാനല്ല താൻ രാജിവെച്ചത്. തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കിയാലും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് ഉറപ്പില്ല എന്നുകൂടി പി വി അൻവർ ഇന്ന് വൈകുന്നേരം പറഞ്ഞു. ഷൗക്കത്തും ഞാനും ഈ പറയുന്ന UDF ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് ഷൗക്കത്ത് തോറ്റുപോയാൽ ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? ഈ നിങ്ങൾ പറയല്ലോ ഞാൻ കാലുവാരിയെന്ന്. പിണറായിസോടെ അവസാനിച്ചില്ല. അതോട് കൂടിയിട്ട് അല്ല, ഞാൻ പറയട്ടെ ഷൗക്കത്ത് മത്സരിക്കുന്നു, ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു. നാളെ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഞാൻ പറയുന്ന ഈ പൊളിറ്റിക്കൽ പിണറായിസവും ഈ കുടുംബാധിപത്യവും എവിടെ പോകും? ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയാത്ത ഒരുപാട് കാരണങ്ങളുണ്ട്. അത് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ ഇതുവരെയുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ കണക്കിലാക്കി എവിടെയാണെങ്കിലും എല്ലാം സ്വകാര്യമായിട്ടാണ് ചർച്ച ചെയ്തത്. ആ സ്വകാര്യമായി ചർച്ച ചെയ്തൊക്കെ ഒരു വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസ്യത ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ചർച്ച ചെയ്ത വ്യക്തിയുമായി, ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമായി. അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്യണമെങ്കിലും അത് പൊതുവായിട്ട് പൊതുസമൂഹം കൂടി അറിഞ്ഞിട്ടുള്ള ഡിസ്കഷനെ ഞങ്ങളുള്ളൂ. പി വി അൻവറിനെ കറിവേപ്പില പോലെ എല്ലാവരും തള്ളിക്കളഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ, ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. വി.ഡി. സതീശനെ രൂക്ഷമായി വിമർശിച്ച് പി വി അൻവർ. സതീശൻ തന്നെ ഒതുക്കാൻ നീക്കം നടത്തുന്നുവെന്നും പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളുണ്ടെന്നും അൻവർ ആരോപിച്ചു. UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ മുന്നണിയുമായി സഹകരിക്കാമെന്ന ഉപാധി വെച്ച പ്രതിപക്ഷ നേതാവ് ഇത് കൂട്ടായ തീരുമാനമാണെന്ന് വ്യക്തമാക്കി. നാളെ ചേരുന്ന UDF നേതൃയോഗം അൻവർ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന സന്ദേശം നൽകുന്നതായിരുന്നു പി വി അൻവറിന്റെ ഇന്നത്തെ നീക്കങ്ങൾ. നാടകീയവും വൈകാരികവുമായ പ്രതികരണങ്ങൾ ശീലമാക്കിയ പി വി അൻവർ ഇന്നും ലക്ഷ്യമിട്ടത് പ്രതിപക്ഷ നേതാവിനെ തന്നെ. KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച തടഞ്ഞത് പ്രതിപക്ഷ നേതാവെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു കടന്നാക്രമണം. ഈ തെരഞ്ഞെടുപ്പ് പി വി അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. പരിധിവിട്ട പ്രതികരണത്തിന് പിന്നാലെ പി വി അൻവറിനെ വിളിച്ച പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നണി പ്രവേശനത്തിന് ഉപാധി വെച്ചു. ഉപാധി എന്തെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDFിന്റെ അഭിപ്രായം അപ്പൊ പറയും. അന്നുള്ളൂ
പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ UDF നേതൃത്വം തള്ളിക്കളഞ്ഞു. ഉപാധി അംഗീകരിക്കാൻ അൻവറിന് ഒരു ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടുകൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDFന്റെ ഒരു തീരുമാനം എടുക്കും. നിലമ്പൂരിൽ സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ PV അൻവർ നീക്കം നടത്തുന്നത് മനസ്സിലാക്കി തന്നെയാണ് UDF അവസാനത്തെ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അൻവർ വഴങ്ങിയാലുമില്ലെങ്കിലും നാളെ വൈകുന്നേരം ഓൺലൈനായി ചേരുന്ന UDF യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ CPM താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളത്. വ്യവസായ രംഗത്തു നിന്നുള്ള ചിലരും സാധ്യതാ പട്ടികയിലുണ്ട്. കടുത്ത സമ്മർദ്ദമുണ്ടെങ്കിലും മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് M സ്വരാജ്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള നേതൃയോഗത്തിന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണോ പൊതു സ്വതന്ത്രം വേണോ എന്നതിൽ CPMന് ആശയക്കുഴപ്പം തീരുന്നില്ല. 2016-ലും 2021-ലും പരീക്ഷ വിജയിച്ചതിനാൽ സ്വതന്ത്ര പരീക്ഷണം ആവർത്തിക്കണമെന്നാണ് നേതൃത്വത്തിന് താല്പര്യം. ഇതുവരെ പറഞ്ഞുകേട്ട M സ്വരാജ്, ഷെറോണ റോയ്, തോമസ് മാത്യു, U ഷറഫലി എന്നീ പേരുകൾക്ക് പുറമെ മറ്റു ചിലരും CPMന്റെ പരിഗണനയിലുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, വ്യവസായ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തി, മണ്ഡലത്തിന് പുറത്തുള്ള പ്രമുഖൻ എന്നിവരാണ് രഹസ്യായുധമായി CPMന്റെ കയ്യിലുള്ളത്. മത്സരിക്കാൻ പാർട്ടി സമീപിച്ചത് ഷിനാസ് ബാബു 24നോട് സ്ഥിരീകരിച്ചു. മത്സര സന്നദ്ധത അറിയിച്ചോ എന്ന ചോദ്യത്തിന് സർക്കാർ ഉദ്യോഗസ്ഥനായതിനാൽ പ്രതികരിക്കാൻ പരിമിതിയുണ്ടെന്നായിരുന്നു ഷിനാസ് ബാബുവിന്റെ മറുപടി. പൊതുസ്വതന്ത്രനാണോ പാർട്ടി സ്ഥാനാർത്ഥിയാണോ മത്സരരംഗത്തെന്നതിൽ നേതൃത്വവും മറുപടി പറയാതെ ഒഴിയുകയാണ്. സംസ്ഥാന സെക്രട്ടറി രംഗം M സ്വരാജിന് മേൽ മത്സരിക്കാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ സംഘടനാ ചുമതലയുള്ള സ്വരാജിനെ മത്സരിപ്പിക്കുന്നതിനോട് നേതൃത്വത്തിന് വിമുഖതയുണ്ട്. മത്സരിക്കുന്നതിനോട് സ്വരാജിനും താല്പര്യമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണ് CPM ശ്രമിക്കുന്നത്. പാലം വലിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായ കാര്യമാണ്. സങ്കീർണമായ പ്രശ്നമായിട്ട് UDFന്റെ അകത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നും കണ്ടില്ല. പാളയത്തിൽ പണി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള എത്ര സംഘർഷാത്മകമായ സ്ഥിതിയായിരുന്നു മത്സരിച്ചവരും അവരുടെ കുടുംബവും അതുപോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ. അതൊക്കെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 2021-ൽ പാലം വലിച്ചെന്ന ആക്ഷേപത്തിന് മറുപടി പറയാതെ UDF സ്ഥാനാർത്ഥി ഒഴിഞ്ഞു മാറി. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമല്ലേ. ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്തതിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ കലഹം. ലാഭം നോക്കിയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് എന്നാണ് BJP കോർ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ പ്രകടിപ്പിച്ച അഭിപ്രായം. എന്നാൽ താൻ പിന്തുടരുന്നത് വേറൊരു രാഷ്ട്രീയമാണ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി. സഹഭാരവാഹികളോട് പോലും പറയാതെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ വിദേശത്ത് പോയതിലും BJPയിൽ അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഓൺലൈനായി ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലാണ് നിലമ്പൂരിൽ മത്സരിക്കേണ്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശിച്ചത്. നിലമ്പൂരിലെ മത്സരം പാർട്ടിക്ക് ലാഭകരമല്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ന്യായീകരണം. PK കൃഷ്ണദാസാണ് മത്സരിക്കേണ്ടെന്ന നിർദ്ദേശം ആദ്യം കോർ കമ്മിറ്റിയിൽ വെച്ചത്. പാലക്കാട് നിന്നുള്ള നേതാവ് കൃഷ്ണകുമാറും മത്സരിക്കേണ്ടെന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചു. എന്നാൽ ലാഭം നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മറ്റു നേതാക്കൾ ഇതിനെ എതിർത്തു. താൻ പിന്തുടരുന്നത് മറ്റൊരു രാഷ്ട്രീയമാണെന്നായിരുന്നു ഇതിനോടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. AN രാധാകൃഷ്ണൻ, ഡോക്ടർ KS രാധാകൃഷ്ണൻ തുടങ്ങിയവർ നിലമ്പൂരിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ നിലപാടിൽ ഉറച്ചുനിന്നു. ഇതാണ് സംസ്ഥാന BJPയിൽ കടുത്ത അതൃപ്തിക്ക് വഴിവെച്ചിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന അധ്യക്ഷൻ വിദേശത്തേക്ക് പോയതിലും പാർട്ടി നേതാക്കൾക്ക് എതിർപ്പുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അധ്യക്ഷൻ വിദേശത്താണെന്ന വിവരം നേതാക്കൾ അറിയുന്നത്. നിലമ്പൂരിൽ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബീന ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം തകർത്തതും സംസ്ഥാന അധ്യക്ഷനാണെന്ന് ആക്ഷേപമുണ്ട്. പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന വിമർശനം. BJP നിർദ്ദേശപ്രകാരം BDJS ആയിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുക. BDJS മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് NDA സ്ഥാനാർത്ഥിയാകും. ഞങ്ങൾക്ക് അതിശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. ഒരു നല്ല പ്രവർത്തനം നടത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരു വിജയത്തിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും തരത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റാൻ പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BDJS സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടായേക്കും. R. ശ്രീജിത്ത്, 24 നിലമ്പൂർ. PV അൻവർ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ UDF തിരുത്താൻ തയ്യാറായി വരുമെങ്കിൽ സ്വീകരിക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24നോട് പറഞ്ഞു. PV അൻവറിന് നാളെ വൈകിട്ട് 7 മണി വരെ സമയം നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് പുനർവിചിന്തനം വന്ന് അത് അറിയിച്ചാൽ ചർച്ച ചെയ്യുമെന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആദ്യം ആ പ്രതികരണത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും മത്സരിക്കാം.
ആർക്ക് മത്സരിക്കാം, അതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇതുവരെ പ്രതികരിച്ചതൊക്കെ തന്നെ അതിനുള്ള സമയമുണ്ട്, അവസരമുണ്ട്. തിരുത്താൻ തയ്യാറായി വരുന്നു എങ്കിൽ നാളെ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും അദ്ദേഹത്തെ. UDF കൺവീനർ എന്നുള്ള നിലയിൽ ആ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ ഒരു തീരുമാനം എടുക്കും. പക്ഷേ അതല്ല ഈ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവവും അതല്ലെങ്കിൽ സാമാന്യ മര്യാദയ്ക്ക് യോജിക്കാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെയും ചെയർമാൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവിനെയും മറ്റും ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള വർത്തമാനങ്ങളും മറ്റും ആർക്കും ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. അതിനനുസരിച്ച് മര്യാദകൾ വെച്ചു പുലർത്തിക്കൊണ്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. റാഫി കരീം വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. റാഫി, ഇനിയിപ്പോൾ അൻവർ മത്സരിക്കുകയാണെങ്കിൽ മത്സരിച്ചോട്ടെ, നമുക്ക് അംഗത്തിന് കാണാം എന്ന ഒരു നിലപാടിലേക്ക് UDF മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കൺവീനറുടെ വാക്കുകളിൽ അങ്ങനെയാണെങ്കിൽ അങ്ങ് മത്സരിച്ചോ എന്നൊരു ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരണം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും അൻവർ മത്സരിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് UDF കൺവീനർ. കാരണം അൻവറിന്റെ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും ഇനി വിലപ്പോകില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് UDF കൺവീനറായ അടൂർ പ്രകാശ്. കാരണം അൻവർ അധിക്ഷേപവും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവവും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയില്ല. സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ അതും UDFനെ സംബന്ധിച്ചിടത്തോളം അതും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് അടൂർ പ്രകാശ്. നാളെ വൈകിട്ട് 7 മണി വരെയാണ് അൻവറിന് UDF ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഒരു പുനർവിചിന്തനം നടത്തി അൻവർ എടുത്ത തീരുമാനം പിൻവലിച്ച് അൻവർ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് പ്രതിപക്ഷ നേതാവിന് എതിരെ നടത്തിയ പരാമർശങ്ങൾ പിൻവലിച്ച് മുന്നോട്ട് പോയാൽ മാത്രം 7 മണിക്ക് ചേരുന്ന UDF യോഗം ഇത് ചർച്ച ചെയ്യുമെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. അതായത് അൻവർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാത്തരം ഭീഷണികളെയും എല്ലാത്തരം അൻവറിൻ്റെ എല്ലാത്തരം ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കൽ സ്വഭാവങ്ങളെയും UDF തള്ളുകയാണ്. അൻവർ മത്സരിക്കണമെങ്കിൽ മത്സരിക്കട്ടെ, UDF സ്ഥാനാർത്ഥിയെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് കൂടി അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അൻവർ മത്സരിക്കുമെന്ന് വ്യക്തമാക്കുകയും സ്ഥാനാർത്ഥിയാകുമെന്ന് പറയുകയും ചെയ്യുമ്പോൾ UDF തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നാളെ വൈകിട്ട് 7 മണിക്ക് ചേരുന്ന യോഗം, ആ യോഗത്തിലായിരിക്കും അൻവറിൻ്റെ UDF പ്രവേശനം സംബന്ധിച്ച് അതിനിർണായകമായ തീരുമാനമുണ്ടാവുക. ഓൺലൈനായിട്ടായിരിക്കും ഈ യോഗം നടക്കുക. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ അൻവർ UDFന്റെ ഭാഗമാകണമെങ്കിൽ ഇതുവരെ അൻവർ സ്വീകരിച്ച, അൻവർ എടുത്ത നിലപാടുകൾ, അൻവർ നടത്തിയ പരാമർശങ്ങൾ എല്ലാം അൻവറിന് അതാണ് തെറ്റുകൾ തിരുത്തി വന്നാൽ പരിശോധിക്കാം എന്ന നിലയിലേക്ക് UDF നേതൃത്വവും മാറുകയാണ്. അൻവറിനോട് അതാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത്. നാളെ വൈകിട്ട് 7 മണി വരെ സമയമുണ്ട്. അതിനിടയിൽ സ്ഥാനാർത്ഥിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ പിൻവലിച്ച്, UDF ചെയർമാനായ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൻവലിച്ച് പിന്തുണ അറിയിച്ചു വന്നാൽ അപ്പോൾ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മത്സരിച്ചോളൂ എന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ UDF തയ്യാറാണ് എന്നുകൂടി കൺവീനർ പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് 24നോട് സംസാരിച്ചപ്പോഴാണ് അടൂർ പ്രകാശ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. കൊച്ചി നഗരത്തിലെ ഇടപ്പള്ളി ടോളിന് സമീപം കണ്ടെയ്നർ ലോറിക്ക് തീ പിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമ, ഇടപ്പള്ളിയിൽ ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ സൈഡിലാണ് ഈ കണ്ടെയ്നറിന് തീ പിടിച്ചത്. ഇപ്പോൾ തീ ഏതാണ്ട് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഈ വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. വിജയകുമാർ, ഇടപ്പള്ളി ടോളിന് സമീപത്താണ് ഈ കണ്ടെയ്നർ ലോറിക്ക് തീ പിടിച്ചത്. ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനിലാണ് തീപിടുത്തം ഉണ്ടായത്. പുക ഉയരുന്നത് കണ്ടതോടെ വാഹനം നിർത്തി ഡ്രൈവറും ക്ലീനറും പുറത്തേക്ക് മാറുകയായിരുന്നു. തൊട്ടു പിന്നാലെ തീ ആളിപ്പടരുകയും ലോറിയുടെ ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും കത്തി നശിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ തൃക്കാക്കരയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയിരുന്നു. അവർ എത്തി
തീ അണയ്ക്കുകയും ചെയ്തു. ഏതായാലും ഈ തീപിടുത്തം ഉണ്ടായതോടുകൂടി ഇടപ്പള്ളിയിൽ നിന്ന് കളമശ്ശേരി ഭാഗത്തേക്കുള്ള റോഡിൽ വലിയ ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്. സാധാരണ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന്റെ കൂടെയാണ് ഒരു ലോറിക്ക് തീപിടിക്കുന്ന സംഭവം കൂടി ഉണ്ടായത്. ഇതോടെ ഇപ്പോൾ വലിയൊരു ഗതാഗതക്കുരുക്ക് ഈ പ്രദേശത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഈ കണ്ടെയ്നറിന് തീ പിടിച്ചത്. അവിടെ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറെ സമയം ഗതാഗത കുരുക്കും അവിടെ അനുഭവപ്പെട്ടു. വിശദാംശങ്ങളാണ് ശ്യാംകുമാർ ഇടപ്പള്ളിയിൽ നിന്ന് നൽകിയത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് കൂടരഞ്ഞി പൂവാഴൻതോട്ടിൽ പുലിയെ വീണ്ടും കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ പുലിയെ കണ്ട അതേ സ്ഥലത്ത് നിന്ന് 300 മീറ്റർ താഴെയാണ് വീണ്ടും അതിനെ കണ്ടത്. ബൈക്ക് യാത്രക്കാരും റിസോർട്ടിലേക്ക് പോകുന്നവരും പുലിയെ കണ്ടു. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ വീടിൻ്റെ സമീപത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് വന്ന റിസോർട്ടിലേക്ക് വന്ന സഞ്ചാരികൾ പുലിയെ കാണുന്നതും ഭയന്നോടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആശങ്കകൾ അകറ്റുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും വനംവകുപ്പും പഞ്ചായത്തും ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. തുടർന്നും കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ വനാതിർത്തിയിൽ യാത്ര ചെയ്യുന്ന 7 മണി മുതൽ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 മണി വരെ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, നാട്ടുകാർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല അല്ലേ? വീണ്ടും പുലിയുടെ സാന്നിധ്യം അവിടെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തീർച്ചയായും വിജയകുമാർ, അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഈ കൂടരഞ്ഞി പൂവാറൻതോട്ടിലുള്ളത്. ഇന്നിപ്പോൾ രാത്രി വീണ്ടും പുലിയെ കണ്ടു എന്നാണ് ബൈക്ക് യാത്രക്കാരും റിസോർട്ടിലേക്ക് പോകുന്ന ആളുകളും പറയുന്നത്. ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് രാത്രികാലങ്ങളിൽ ഈ ഒരു പുലിയെ കണ്ട സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടു. ആ പുലിയുടെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു ഈ ഒരു പുലിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ആ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരയെ വെച്ചിട്ടില്ല. ഇരയെ വെക്കാത്തതുമായി ബന്ധപ്പെട്ട നടപടിയാണ് ഇനി വനം വകുപ്പിന്റെ ചില അനുമതി കൂടി അതിന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് നമ്മളുമായി സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞത്. എന്നിരുന്നാൽ തന്നെയും ആ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോഴും ഭീതിയിലാണ്. പ്രത്യേകിച്ച് അവിടെ പുലി ഉണ്ട് എന്ന കാര്യം വനം വകുപ്പ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. ആ മേഖലയിൽ പുലിയുണ്ട്, അത് അവിടെ തന്നെ തുടരുകയാണ്. അപ്പോൾ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ആ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരാണ് ഈ പുലിയെ കണ്ടത്. അവർ നാട്ടുകാരോട് അക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.